പാടൂ, സംസാരിച്ചോ. അമി, നീ മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ല. അതെന്താ അമി, അവിടെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? മോളെയും നിന്നെയും കാണുന്നതല്ലേ എനിക്ക് ആകെയുള്ളൊരു സന്തോഷം. ഈ അഴിക്കുള്ളിൽ നിന്ന് പുറത്തു വരണമെന്ന് എന്നെ തോന്നിപ്പിക്കുന്ന ശക്തിയാണ് നമ്മുടെ മോള്. അല്ല അമി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് എന്താ പറ്റിയത്? മോളെ ഞാൻ കൊണ്ടുവരാഞ്ഞത് മനഃപൂർവ്വം. അവളുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താ എന്താ അമി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. പറയാം, പക്ഷെ എനിക്ക് സത്യസന്ധമായ മറുപടി കിട്ടണം. നിങ്ങളൊരു സ്വർണ്ണക്കടത്തുകാരനായിരുന്നോ? ആണോന്ന് നിങ്ങളോടാ ചോദിക്കുന്നേ. എന്താ മിണ്ടാത്തെ? ആൾക്കാരെ പറ്റിച്ചും ചതിച്ചുവാണോ നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചേ? ആണോന്ന് ആണോന്ന് ആണോ? ആ പങ്കാണോ എനിക്ക് മോൾക്ക് തന്നത്? ആണോ? അമി, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. പിന്നെ എന്താ സത്യമെന്ന് നിങ്ങൾ തന്നെ പറ. എന്താ പറയുന്നില്ലേ? എന്തിനാ ആദി നിങ്ങൾ ഇങ്ങനൊരു ജോലി ചെയ്തത്? ഞാനോ മോളോ പണത്തിനോ സൗകര്യത്തിനോ വേണ്ടി എപ്പോഴെങ്കിലും നിങ്ങളെ ശല്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പറയൂ, പിന്നെ എന്തിനായിരുന്നു ഈ ജോലി? അമി, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കാമി. എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്ര. നിന്നെ, നമ്മുടെ മോളെ ഒരു കുറവുമില്ലാതെ നോക്കാൻ വേണ്ടി മാത്ര ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടോ ഇപ്പൊ എന്തായി? ഞാനും മോള് കഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല അമ്മി. കരുതണമായിരുന്നു. വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയോ ആദി? എന്താ മിണ്ടാത്തെ? മടുത്തു, എനിക്ക് വയ്യ. ഞാനും മോളും ഇനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല. എന്റെ നാട്ടിലേക്ക് പോവാ. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. അങ്ങനെയൊന്നും പറയാതെ ആമി. ഞാൻ ഉടനെ പുറത്തു വരും ആമി. എനിക്കൊന്നും പറയാനില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് വന്ന് പറയണോന്ന് തോന്നി. അതാ വന്ന് പറഞ്ഞത്. ആമി, ഞാൻ പോവാ. ആമി, ഞാൻ പോവാ. നീ പോരുത് ആമി. ഞാൻ പോയിരിക്കും. ആമി, ആമി, എത്രേ? 100. അപ്പൊ ഓക്കെ. ഓക്കെ.
ലച്ചുമോളെ വാ. ദേ, അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിരിക്കാം. ഇതെന്താ മിഠായിയൊക്കെ ആയിട്ട്? അമ്മയോടെ അകത്തുണ്ട്. ആ എന്നാ വാ. എനിക്ക് ഉറക്കം വരുന്നു. ആ ആ, നമുക്കേ ബിരിയാണി കഴിച്ചിട്ട് വന്നാ അതുപോലെ. ആ മോളോട് നിന്നോ. ആ നീ കുറിച്ച് സുന്ദരിയാലോ അമ്പിളി. നീ ഹാപ്പി അല്ലേ? പിന്നെ രഘുവേട്ടൻ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ ഞാൻ രഘുവേട്ടനെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ദേ, നല്ല സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ദേ ലച്ചുമോളെ, മോൾ ഉറങ്ങാണോ? ദേ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. ദേ ഇപ്പോഴാണ് രഘുവേട്ടൻ ശരിക്കും ഒരു ഭർത്താവും അച്ഛനുമായത്. ഇങ്ങനെ ആയിരിക്കണം ആണുങ്ങള്. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണം. രഘുവേട്ടൻ സൂപ്പറാ, സൂപ്പർ. അമ്പിളി, നീ ഇടയ്ക്ക് ഇച്ചിരി ഓവറാണ് കേട്ടോ. അത് ശരിയല്ല. എടി, നീ ഇങ്ങനെ രാവിലെ എണീച്ചോടനെ മദ്യപിക്കാൻ തുടങ്ങിയ? ഞാൻ കുപ്പി വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അയ്യോ സോറി രഘുവേട്ടാ, എപ്പോഴും ഇല്ലല്ലോ, ഇന്ന് മാത്രമല്ലേ. ഇന്ന് നമ്മള് പൊളിക്കും. നാളെ അച്ഛൻ വരും, അപ്പൊ നമ്മളെല്ലാം അങ്ങ് നിർത്തും. നീയേ ആദ്യം മോൾക്ക് ആഹാരം കൊടുക്ക. നമ്മുടെ സ്മോൾ അടി മോൾ അറിയണ്ട. രഘുവേട്ടൻ ഇപ്പൊ വലിയ സ്ട്രിക്റ്റ് ആണല്ലേ. ശരി. നീ ലച്ചുമോളെ, മോൾക്ക് എന്താ വേണ്ടേ? ചിക്കൻ ഫ്രൈ വേണോ, ബിരിയാണി വേണോ, ഐസ്ക്രീം വേണോ? ആ അതും തരാം. പിന്നെ തരാവേ. ഐസ്ക്രീം ഇപ്പൊ കഴിച്ചാ മോക്ക് പിന്നെ വിശക്കില്ലേ? രാവിലെ മുതൽ മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. നമുക്ക് ആഹാരം കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാം. അമ്പിളി, ആഹാരം കൊടുക്ക. അവക്ക് ഐസ്ക്രീം മതിയെങ്കിൽ അത് കൊടുക്ക രഘുവേട്ടാ. അവള് കുറച്ച് കഴിഞ്ഞ് കഴിക്കും. അവള് ഐസ്ക്രീം കഴിക്കുമ്പോഴേക്കേ നമുക്ക് രണ്ടെണ്ണം അടിക്കാം. എടി, നിനക്കിപ്പോ ഈ ഒറ്റ വിചാരമേ ഉള്ളൂ. ഓ, വിചാരിക്കാത്തൊരാള്.